എന്നാ ഞങ്ങൾ ഇറങ്ങുവാടി രമേ. ആ ഞാൻ വരുന്നില്ല. നിക്കണ്ട, നമുക്ക് വീട്ടിൽ പോവാം. വേണ്ട, എനിക്ക് ഇവിടെ നിക്കണം. എന്നാ അവിടെ നിക്കട്ടെ ശീലേ. ഞാൻ രാവിലെ അവനെ കൊണ്ടാക്കാം. എന്നാ അവൻ നിക്കട്ടെ. വാ മോനെ കിടക്കാം. എനിക്ക് അമ്മയിലൂടെ കിടക്കണം. എനിക്ക് അമ്മയെ കാണണോന്ന്. കൊണ്ടുപോവാ. കൊണ്ടുപോവാ. ഇനി നമുക്ക് അവനെ കൊണ്ടാക്കിട്ട് വരാം. ഞാൻ റെഡി ആയിട്ടേ വരത്തുള്ളൂ. റെഡി ആവാൻ ഞാനങ്ങ് വരത്തില്ല. എന്നാ റെഡിയാവും. എന്ത് ചെയ്തിട്ട് മുഖത്തൊരു ഗ്ലോ ഇല്ലല്ലോ. എന്താടി പ്രശ്നം? സ്കിൻ മൊത്തം അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുക. നീ ആ സാധനം മറന്നത്. അയ്യോ, ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിന്നിട്ട് ഞാൻ ഉപയോഗിച്ചില്ലല്ലോ. ആദ്യം തന്നെ ഞാൻ ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എന്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം ഡൾ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിതൊന്ന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഇൻസ്റ്റന്റ് ഗ്ലോയും അതുപോലെ തന്നെ ഓൾ ഡേ ഹൈഡ്രേഷനും നമുക്ക് കിട്ടും. ഇതിനകത്ത് ഷിയാ ബട്ടറും ഹൈഡ്രോണിക് ആസിഡും ഉണ്ട്. ഇനി അടുത്തതായി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഫേസസ് കാനഡയുടെ 3-in-1 ഫൗണ്ടേഷൻ ആണ്. ഇതൊരു ഫൗണ്ടേഷനായും മോയ്സ്ചറൈസറായും സൺസ്ക്രീനായും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ SPF 30+ ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബിൽഡബിൾ കവറേജും തരും. 24 hours ഹൈഡ്രേഷനും ഉണ്ടാവും. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ സ്ട്രോപ്പ് ക്രീമുമായിട്ട് മിക്സ് ചെയ്താൽ നല്ലൊരു ഫിനിഷിംഗ് തരും. ഇത് കണ്ടില്ലേ, നല്ലപോലെ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എന്റെ ഫേസ് കുറച്ച് ഗ്ലോ ആയില്ലേ. ഇനി അടുത്തതായിട്ട് ഫേസസ് കാനഡയുടെ കംഫി മാറ്റെ വാവ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതാണെങ്കിൽ നല്ല ഹൈലി പിഗ്മെന്റഡ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫുമാണ്, ലോങ് ലാസ്റ്റിംഗുമാണ്. അപ്പോൾ ആ ലിപ്സ്റ്റിക് തന്നെ ബ്ലഷ് ആയും ഐഷാഡോയും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സ്ട്രോപ്പ് ക്രീം തന്നെ ഹൈലൈറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് എല്ലാം തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ എന്നിവിടങ്ങളിൽ അവൈലബിൾ. പ്രോഡക്റ്റ് മുകളിൽ ടാഗും ചെയ്തിട്ടുണ്ട്. ചെല്ലോക്കളെ കേറി വാരമേ, ചായ കുടിച്ചിട്ട് പോവാം. ഇല്ല, ഞങ്ങള് പോവാ. ഞാനും വരുന്നു. എന്നാ അവനോട് വരട്ടെ.